മുല്ലത്രം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. എൻ്റെ മോനെ എന്നോട് ചോദിക്കുക, പപ്പ നിങ്ങൾ 6 പേരല്ലായിരുന്നു, നിങ്ങളെ വളർത്താൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അപ്പച്ചനായിരുന്നോ അതോ അമ്മച്ചിയായിരുന്നോ? ഞങ്ങളെ വളർത്താൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അച്ചായി ആയിരുന്നോ അതോ അമ്മയായിരുന്നോ എന്നാണ് അവൻ്റെ ചോദ്യം. ഒരു വല്ലാത്ത ചോദ്യം തന്നെയാണ്. എന്താ ഉത്തരം പറയണം എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇതൊരു കുഴയ്ക്കുന്ന ചോദ്യം തന്നെയാണ്, വല്ലാത്ത ചോദ്യം. മക്കളെ വളർത്താൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അപ്പനാണോ അമ്മയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരവാണ് പറയുന്നത്, എന്തുത്തരം പറയാൻ സാധിക്കും? കാരണം അമ്മ ചെയ്യുന്നതൊക്കെ നമ്മുടെ കൺമുമ്പിലാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മ നമ്മളെ വളർത്താൻ കഷ്ടപ്പെടുന്നതൊക്കെ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ, ഞങ്ങളുടെ അച്ഛൻ്റെ കഷ്ടപ്പാടൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും. അപ്പൻ കഷ്ടപ്പെടുന്നത് സാധാരണ മക്കൾ കാണാറില്ല, കാണും എന്നും തോന്നുന്നില്ല. കാരണം അതിന് പ്രധാന കാരണം ഒരപ്പനും തൻ്റെ കഷ്ടപ്പാടുകൾ ആരെയും അറിയിക്കാറില്ല, വിശേഷിച്ച് മക്കളെ. ഭാര്യ പോലും ഒരു പക്ഷെങ്കിൽ അറിഞ്ഞ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നതൊക്കെ പറയില്ല, അങ്ങനെ അപ്പന്മാർ സാധാരണ പറയാറില്ല. ഞങ്ങളുടെ അച്ചായും പറഞ്ഞില്ല. പക്ഷേ എന്നെ അമ്മ കഷ്ടപ്പെടുന്നതൊക്കെ കൺമുൻപിൽ തന്നെ കൊച്ചുനാൾ തൊട്ട് കണ്ടിട്ടുണ്ട്. അതെല്ലാം ഓർമ്മയിൽ ഉണ്ട് താനും. രാവിലെ അതിരാവിലെ അമ്മ കടുങ്കാപ്പിയും കൊണ്ട് വിളിക്കുന്നതാണ് അമ്മയുടെ മുഖം ഒരു ദിവസം ആദ്യം കാണുന്നത്. പായിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും, എടാ കാപ്പി കുടിക്ക്, ഹോംവർക്ക് ചെയ്യാനുണ്ട്, ഹോംവർക്ക് ചെയ്യടാ, പഠിക്കടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയായി വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതൊക്കെ ഇന്ന് ഓർമ്മയുണ്ട്. അമ്മയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ കടുങ്കാപ്പിയും കൊണ്ട് രാവിലെ ഞങ്ങളുടെ അടുത്ത് വരുന്നതാണ്. അത് തീരുന്നത് ഞങ്ങൾ അറിയുന്നില്ല. കാരണം പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം മാത്രമേ കേൾക്കാറുള്ളൂ ഉറങ്ങുന്നതിന് മുൻപ്. കാരണം അമ്മ പാത്രം കഴുകായിരിക്കും. അമ്മ എപ്പോൾ ഉണരുന്നു എന്നറിയില്ല. ഞങ്ങളുടെ അമ്മ എപ്പോഴാണ് ഉറങ്ങാൻ തുടങ്ങുന്നത്, ഉറങ്ങിയെന്നും എനിക്കെന്നല്ല ഞങ്ങൾ സഹോദരങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്നെപ്പോലെ തന്നെയായിരിക്കും നിങ്ങൾക്കൊന്നും എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അമ്മമാരുടെയൊക്കെ തുടക്കം, ഒരു ജീവിതത്തിൻ്റെ തുടക്കം എപ്പോൾ ആരംഭിക്കുന്നതെന്ന് മക്കളൊന്നും അറിഞ്ഞു കാണാൻ സാധിക്കില്ല. അപ്പോൾ അമ്മയൊക്കെ ഞാൻ പറഞ്ഞ ഞങ്ങൾ ഈ ചെറിയ ജോലിക്കൊക്കെ അമ്മ പോകാൻ, വീട്ടിലൊന്നും കുത്തി ഇരിക്കത്തില്ലായിരുന്നു, ഒരു അഭിമാനം. കാരണം ഈ 6 മക്കളുടെ വയറ് നിറയ്ക്കാൻ എൻ്റെ അച്ഛനെ തിരുവല്ല മർത്തോമ കോളേജിലെ ഒരു ഗാർഡനർ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒറ്റ വരുമാനം കൊണ്ട് മാത്രം ഈ 6 പേര് വളർന്നു വരും. ഈ 6 പേർക്കും അവരുടെ വിശപ്പ് മാറ്റിക്കിട്ടണമെങ്കിൽ അച്ഛൻ്റെ വരുമാനം കൊണ്ട് മാത്രം തികയില്ല എന്ന് തിരിച്ചറിഞ്ഞ അമ്മ പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ പാടത്ത് ഈ കള പറിക്കാനും ഞാറ് നടാനും ഒക്കെ പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഞാറ് നടുക എന്നൊക്കെ പറയുന്നത് പുതിയ തലമുറയിലൊക്കെ പിള്ളേർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അറിയാനും ഓർമ്മിക്കാനും. കാരണം എത്ര നേരമാണെന്നറിയാം കുനിഞ്ഞൊരു നിപ്പ് നിൽക്കുന്നത്. എൻ്റെ അമ്മ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടതാണ്. പിന്നെ ഈ കൊയ്യാനൊക്കെ പോകും, കൊയ്യുന്ന പിന്നെയും സഹിക്കും. കൊയ്ത് കഴിഞ്ഞിട്ട് അത് അന്ന് കളമുണ്ട്, കളത്തിൽ കാലുകൊണ്ട് തിരുമ്മി മെതിച്ച് ആ കറ്റയിൽ നിന്നും അതിൻ്റെ ഈ നെല്ല് മാറ്റിയെടുക്കുക, പിന്നെ കച്ചി വേറെയാക്കുക. ഇതൊക്കെ ഒരു ചെറിയ പണിയാണ്. കാലിനൊക്കെ ഈ മെതിക്കുന്ന സമയത്ത് എന്തോ വേദനയാണ് വരുന്നറിയാം. ഈ നെല്ലിൻ്റെ കൊച്ചു മുള്ളുകളുണ്ട്, അതൊക്കെ ഒരു പക്ഷേ കാലിലേക്ക് കയറുമായിരിക്കും, കുത്തി കയറുമായിരിക്കും. അതെല്ലാം സഹിച്ചിട്ട് പദമുണ്ട്. പദമെന്ന് പറഞ്ഞാൽ റേഷ്യോ. ഇത്ര 10 പറയുകയാണെങ്കിൽ അതിലല്ലെങ്കിൽ 8 പറയ്ക്ക് 1 പറ, 8 പറ നെല്ല് നിങ്ങൾ മെതിച്ച് കൊടുക്കുമ്പോൾ ആ മുതലാളി, ആ പാടത്തിൻ്റെ മുതലാളി, ആ കണ്ടത്തിൻ്റെ മുതലാളി, അദ്ദേഹം നമുക്ക് തരുന്നത് 8ൽ 1 8 അവർക്കും 1 എനിക്കും. അത് 9ൽ 1 ആയിപ്പോവും. പക്ഷേ അങ്ങനെയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതാണ് കൊണ്ടുവന്ന് പത്തായത്തിലൊക്കെ ഇട്ടിട്ട് ഒരു പക്ഷേങ്കിൽ ആ സമയത്ത് എനിക്കിപ്പോഴും ഓർക്കുന്ന, ആ സമയത്തൊക്കെ ഈ പത്തായത്തിലൊക്കെ ഇടുക എന്ന് പറയുന്നതും ചടക്കത്തെ കൊണ്ടുവന്ന് അന്ന് തന്നെ കുത്തുന്ന സ്വഭാവങ്ങളും പല വീട്ടിലുണ്ട്. എൻ്റെ വീട്ടിലും ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കൊണ്ടുവരുന്ന അന്ന് തന്നെ നെല്ല് കുത്തി. അങ്ങനെ അമ്മയുടെ കഷ്ടപ്പാടുകൾ ഏത് വ്യക്തിയും കണ്ടു കാണും, കാണാത്തവരില്ല. അമ്മയുടെ കഷ്ടപ്പാടുകൾ വീട്ടിൽ, അത് പകൽ മുഴുവൻ ഈ ജോലിക്ക് പോയി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാലോ
ബാക്കി ഇത്രയും പേർക്ക് ആഹാരം ഉണ്ടാക്കണം, കൊടുക്കണം. ഇതെല്ലാം ഞാൻ അമ്മയുടെ ആഹാരത്തിൽ അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ രുചി ഞാനെന്നല്ല നിങ്ങളെന്നല്ല എല്ലാവരും എവിടെയൊക്കെ പോയി താമസിച്ചാലും ദേശത്തോ വിദേശത്തോ എവിടെയൊക്കെ പോയി ആ അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ രുചി വേറെ എങ്ങൊന്നും കിട്ടത്തില്ല എന്നുള്ളതൊരു സത്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ സഹോദരങ്ങൾ വഴക്കുണ്ടാക്കുന്നത് ഈ അമ്മയുണ്ടല്ലോ, ഈ കടുക് വറക്കുമ്പോഴേ വറ്റൽ മുളക് അതിനകത്തോട്ടിടും. കടുക് വറക്കുന്ന കൂട്ടത്തിൽ 2 or 3 മുളക് 1-2 മുറിച്ചിട്ടൊക്കെ ഇടുന്ന അതിന് എന്തോ ടേസ്റ്റാണെന്നറിയാം, എന്തോ രുചിയാണെന്നറിയാം. ഈ പരിപ്പ് കറിക്കകത്തും കടലക്കറിക്കകത്തും ഒക്കെ കിട്ടുന്ന ഈ വറ്റൽ മുളക് കടുക് വറക്കുമ്പോഴും അത് ചുമന്നിങ്ങനെ കിടക്കും. അതൊരു ഒരു കഴിപ്പുണ്ട്, അതിൻ്റെ രുചി. അതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അമ്മയുടെ കഷ്ടപ്പാടുകൾ, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ അമ്മ എന്തെല്ലാം ചെയ്തെന്നോ എങ്ങനെയൊക്കെ ചെയ്തെന്നോ ഒക്കെ ഓർമ്മ. പക്ഷേ ഞങ്ങളുടെ അച്ചായിയെ പറ്റി പറയുമ്പം കോളേജിൽ പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അച്ചായി കോളേജിൽ ജോലിക്ക് പോകുന്നതും അമ്മ പൊതി കെട്ടി കൊടുക്കുന്നതും. എന്നാൽ ചില ഒഴിവ് സമയങ്ങളിലും ചില സമയങ്ങളിലൊക്കെ അച്ഛൻ പണിക്ക് പോകുന്നതൊക്കെ ഞാനും ഇട്ട് ഓർമ്മയുണ്ട്. തൂമ്പായൊക്കെ എടുത്തുകൊണ്ട് അച്ചായി പണിക്ക് പോകുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ചില വീടുകളിലൊക്കെ അച്ചായി ഈ തെങ്ങിന് തടവെടുക്കാനും ഒക്കെ പണിക്ക് പോകും. കാരണം കുഞ്ഞുങ്ങളെ വളർത്തണം. ആ സമയത്ത് ഒരപ്പനും അഭിമാനിയായിരിക്കും. പക്ഷേ ഞാൻ അച്ചായിക്ക് പണി ചെയ്യുന്നത് കണ്ടിട്ടില്ല. അച്ചായിക്കൊരു താങ്ങും തണലുമായി എൻ്റെ 2ാമത്തെ ചേട്ടൻ തമ്പിച്ചാൻ. അങ്ങനെ ഒരു ചേട്ടനൊക്കെ കിട്ടുന്നത് പുണ്യവാളെന്ന് വിളിക്കുന്ന തെറ്റൊന്നുമില്ല. ഞങ്ങൾ അച്ചായനൊരു താങ്ങും തണലുമായിട്ട് ആ അച്ചായന് ചൂട് താങ്ങ് കൊടുത്തത് ഞങ്ങളുടെ 2ാമത്തെ ചേട്ടൻ. ഈ 2ാമത്തെ ചേട്ടൻ അച്ചായുടെ കയ്യിൽ നിന്നും ഇതൊന്ന് ചുവടൊരൽപ്പം മേടിക്കുന്നതിന് വരെ ഞങ്ങളുടെ അച്ചായനും ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അറിയണമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ പറമ്പിൽ ഈ ചേമ്പും കാച്ചിലും ഒക്കെ നിൽക്കുന്നത്, പിന്നെ ചേന, ഇതൊക്കെ. അപ്പോൾ അച്ചായി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഞങ്ങളുടെ അച്ചായി കഷ്ടപ്പെട്ടത് ഒരിക്കലും ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നുള്ളത് നഗ്നസത്യമാണ്. അതുകൊണ്ട് അച്ചായി കഷ്ടപ്പെട്ടിട്ടില്ലെന്നാണോ? എനിക്ക് തോന്നുന്നില്ല. ഒരപ്പനും കഷ്ടപ്പെടുന്നത് മക്കളെ കാണിക്കാറില്ല. പക്ഷേ അച്ചായ ചെരുപ്പുകൾ എപ്പോഴും തേഞ്ഞതായിരുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇന്നും മനസ്സ് നൽകുന്നുണ്ട്. അത് അദ്ദേഹം എന്തൊക്കെയോ ചെയ്തിരുന്നില്ലേ എന്ന് സൂചിപ്പിക്കുന്നതാണ് അച്ചായയുടെ ചെരുപ്പുകൾ. കാരണം അന്നത്തെ കാലത്ത് കഷ്ടപ്പെടാതെ ജീവിക്കാൻ ഒക്കില്ലായിരുന്നു. മക്കളെ വളർത്തണം. 6 പേര് ഒരുപോലെ വളർന്നു വരുന്നു. അവർ 2 പേര് 8 പേര് ഒരുപോലെ വളർന്നു വരുമ്പം അവർക്ക് 8 പേരുടെ ആഹാരം ഉണ്ടാക്കണം. നമുക്കൊന്ന് ന്യായമായിട്ടും ആലോചിക്കാം. ഇത്രയൊക്കെ 8 പേരെയും അവർക്കും ആഹാരം കൊടുക്കാൻ 6 പേരെ വളർത്താനും അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം അറിയാതെയാണെങ്കിൽ ഓർത്തു പോകും. അച്ചായി ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അമ്മയുടെ ആ വരുമാനം കൊണ്ട് മാത്രം, കോളേജിൽ നിന്ന് കിട്ടുന്ന അന്നത്തെ കാലത്തെ തുച്ഛമായ വരുമാനം നമുക്ക് ഏകദേശമൊക്കെ ഊഹിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. കൂടാതെ എല്ലാവരെയും പഠിപ്പിക്കണം. നിങ്ങളിൽ എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ MBBS വരെ പഠിച്ച ഒരു ഡോക്ടറാണ്. ഈ ഒരു കൂലിപ്പണിക്കാരൻ, ഒരു സാധാരണക്കാരൻ മകനെ പഠിപ്പിച്ച ഒരു ഡോക്ടറാക്കണമെങ്കിൽ കഷ്ടപ്പെട്ടിട്ടില്ലേ? പക്ഷെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഒരപ്പനും കഷ്ടപ്പെടുന്നത് കണ്ടിട്ടില്ല. അമ്മയുടെ കഷ്ടപ്പാട്, അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ കഥ എപ്പോഴും ഒരു അമ്മയാണ് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അമ്മ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അച്ചായി പാടത്ത് അമ്മയെ സഹായിക്കാൻ പോയതും പണിയെടുത്തതും ചക്രം ചവിട്ടിയതും ഒക്കെ അമ്മ പറഞ്ഞ് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ആ കഥയൊക്കെ കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ കഥ. പക്ഷേ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അമ്മ അത് എന്തോരം കഷ്ടപ്പെട്ടു, എന്തോരം. അമ്മ ആഹാരം ഉണ്ടാക്കി തരിക എന്നുള്ളതോ പാടത്ത് പണി ചെയ്തതൊന്നുമില്ല. അമ്മയ്ക്ക് വിശ്രമമില്ലായിരുന്നു. ഞങ്ങളുടെ അച്ചായൻ്റെ ആ തോർത്തുണ്ട്, മേലെ ഇരുന്നൊരു തോർത്ത്, 2ാമുണ്ട്, അതിനൊരു മണമുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മക്കൾക്കെല്ലാം ആ മണം തിരിച്ചറിയാം. അതിന് ഞാൻ മണമെന്ന് തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവർ ഒരു പക്ഷേ അതിന് ദുർഗന്ധമെന്ന് പറയായിരിക്കും. പക്ഷേ ഞങ്ങളുടെ അച്ചായൻ്റെ 2ാമുണ്ടിനൊരു മണമുണ്ടായിരുന്നു. അതും അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്നു ഞങ്ങളെ വളർത്താൻ എന്നുള്ളതിന് ഉറപ്പാണ്. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ മകനോട് ചോദിക്കുക, അച്ചായി ആയിരുന്നോ അമ്മയായിരുന്നോ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരുന്നത് മക്കളെ വളർത്താൻ, ഞങ്ങളെ വളർത്താൻ എന്ന് ചോദിച്ചപ്പം ഞാൻ എന്തുത്തരം പറയണം? കാരണം അമ്മയുടെ കഷ്ടപ്പാടുകൾ കണ്ണുകൊണ്ട് കാണാം. പക്ഷെ ഒരപ്പൻ്റെ കഷ്ടപ്പാട് ഒരപ്പനും കാണിക്കത്തുമില്ല, പറയത്തുമില്ല.
ഉരുകി ഉരുകി ഇല്ലാതാകുന്ന ഒരു മെഴുകുതിരി അപ്പൻ. അപ്പൻ തിരിച്ച് കണക്ക് ചോദിക്കാറുമില്ല. അപ്പൻ ആ കണക്കിൻ്റെ ആവശ്യവുമില്ല. അതാണ് അപ്പൻ. ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ വളർത്താൻ കഷ്ടപ്പെട്ടത്? എനിക്കറിയില്ല. ഉത്തരം നിങ്ങൾ ഇതിനൊരു അടിക്കുറിപ്പായിട്ട് എഴുതിയാൽ ഒത്തിരി ഒത്തിരി നന്ദി ഉണ്ടാകും. ഞാൻ മുല്ലത്തളം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുരം.